മുട്ടൊയ്ക്കൽ എന്ന പേരിൽ അറിയപ്പെടുന്ന കോൽക്കളി പരിശീലനത്തിൻ്റെ തുടക്കത്തിൽ പരിശീലിച്ചു വരുന്ന ഒരു ചെറിയ താളക്കളിയുണ്ട്. അതിൻ്റെ വായ്ത്താരിയിൽ മിൻകളി മിൻകളിധ, മാർക്കളി മിൻകളി തിരിഞ്ഞളി ഒഴിഞ്ഞ മറിഞ്ഞളി തടുത്തോ തട്. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള വായ്ത്താരി. മിൻകളി മിൻകളിധ എന്ന് പറയുന്നത് രണ്ട് മിൻകളിയാണ്. ഒരു മിൻകളി എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു ചട്ടക്കൂട് അതിനുണ്ട്. തൻ്റെ കോലിൽ പിണച്ച് തൊട്ട് മുമ്പിലുള്ള ആളിന് ഒരു ബീറ്റ് അടിക്കുക, ഇതാണ് ഒരു മിൻകളി എന്ന് പറയുന്നത്. ഈ ഒരു കമാൻഡ് ഒരുപാട് തവണ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കോൽക്കളിയുടെ ഒരു ശാസ്ത്രീയമായ ചട്ടക്കൂടിൽ ഒരു ജോഡി ഒരു സ്ഥലത്ത് നിന്ന് ആരംഭിച്ച് 12 പേരാണ് കളിക്കുന്നത് വെച്ചാൽ 12 പേരെയും കറങ്ങി വീണ്ടും അതേ ആളിന് എത്തുന്നത് വരെ ഇതേ കമാൻഡിൽ കളിച്ചുകൊണ്ടിരിക്കും. ഒരു ചെറുകളിയും കോർക്കലും ചേർന്ന കളിയെ ഒരടക്കം കളി എന്ന് പറയാവുന്നതാണ്. ഇങ്ങനെ എത്ര അടക്കം വേണമെങ്കിലും നമുക്ക് ഒരു ടീമിന് ഒരേ സമയം കളിക്കാവുന്നതാണ്. ഓരോ അടക്കം കഴിയുമ്പോഴും അടുത്ത അടക്കത്തിലേക്ക് മാറുന്നതിനിടയ്ക്ക് മിൻഫോ എന്ന് പറയുന്ന ഒരു ശൈലി പ്രയോഗം കളിയുടെ രീതിയിൽ നമ്മൾ അവതരിപ്പിക്കാറുണ്ട്. മിൻഫോ എന്ന വായ്ത്താരി വാസ്തവത്തിൽ മുന്നോട്ട് പോ എന്ന അർത്ഥത്തിലാണ് പ്രയോഗിക്കപ്പെടുന്നത് എന്ന് TPA പോലുള്ള ഗുരുക്കന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കളിയുടെ ജീവൻ വാസ്തവത്തിൽ അതിൻ്റെ വായ്ത്താരി തന്നെയാണ്. വായ്ത്താരി എന്ന് പറയുന്നത് കളിക്കാർ പറയുക, താളം പറയുക എന്നാണ്. പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഈ വായ്ത്താരി കേൾക്കുമ്പോൾ ഇത് ചടുലമായ താളക്രമത്തിലുള്ള ഒരു കലാരൂപം എന്ന നിലയിൽ അതിനെ കൂടുതൽ ആകർഷകമാക്കുന്നതിന് വേണ്ടി ഒരു ശൈലി പ്രയോഗം നടത്തുക എന്ന ഒരു അനുഭവമാണ് ഉണ്ടാവുന്നത്. വാസ്തവത്തിൽ കോൽക്കളിയുടെ വായ്ത്താരി ഇങ്ങനെ ഒരു ഭംഗി പ്രയോഗമല്ല, മറിച്ച് ഓരോ കളിക്കാരനും അവൻ്റെ കയ്യിലിരിക്കുന്ന കോലും കാലുകളുടെ ചുവടും ശരീരത്തിൻ്റെ ഭാഷയും എങ്ങനെ ആയിരിക്കണമെന്ന് കൃത്യമായി നിർവഹിച്ചിട്ടുള്ള ഒരു താളക്രമം തന്നെയാണ് വായ്ത്താരി. പഴയ കാലത്ത് ഈ കലാരൂപം ഏറ്റവും കൂടുതൽ അവതരിപ്പിക്കപ്പെട്ടിരുന്നത് സാമൂഹ്യമായ വിശേഷപ്പെട്ട ചടങ്ങുകളിലായിരുന്നു. കല്യാണമാകട്ടെ, കാതുകുത്ത് കല്യാണമാവട്ടെ, അതേപോലെ നേർച്ചകളാവട്ടെ, ഉറൂസുകളാവട്ടെ, ഇങ്ങനെയുള്ള പല വേദികളിലും ഈ കലാരൂപം അതിൻ്റെ തനിമയോടുകൂടി അവതരിപ്പിച്ചിരുന്നു. ആധുനിക സമൂഹത്തിൽ ഇതര സ്റ്റേജ് കലകളുടെ കൂടെ കോൽക്കളിയെയും ഒരു സ്റ്റേജ് കലയാക്കി അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പരിമിതികൾ ഈ കലാരൂപത്തിന് അനുഭവിക്കേണ്ടി വന്നു. ഏറ്റവും പ്രധാനം അതിൻ്റെ പ്ലാറ്റ്ഫോം തന്നെയാണ്. തുറസായ സ്ഥലങ്ങളിലോ ഘോഷയാത്രകളിലോ അവതരിപ്പിച്ചിരുന്ന ഈ കലാരൂപം സ്റ്റേജിൻ്റെ പരിമിതമായ ഒരു 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിയപ്പോൾ അതിൻ്റെ ഒരുപാട് വശങ്ങളിൽ നമുക്ക് പല മാറ്റങ്ങളും വരുത്തേണ്ടതായി വന്നു. കോൽക്കളിയുടെ ജീവനാണ് താളം എന്നതുപോലെ തന്നെ അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് കോൽക്കളിക്ക് ഉപയോഗിക്കുന്ന പാട്ടുകൾ. മാപ്പിളപ്പാട്ട് ശാഖയിലെ മിക്കവാറും ഏത് തരത്തിലുള്ള പാട്ടുകളും കോൽക്കളിക്കും എടുത്തു പ്രയോഗിക്കാവുന്നതാണ്. പക്ഷേ കോൽക്കളിയുടെ താളക്രമത്തിന് അനുസരിച്ചാവണം എന്ന് മാത്രം. മനം കണ്ണെ കൊണ്ടു ദിനം കാണുന്നു ഞാൻ അല്ല കാണുന്നു ഞാൻ മഹനീയ പതിമക്ക മദീനം മനം കണ്ണെ കൊണ്ട് ദിനം കാണുന്നു ഞാൻ അല്ല കാണുന്നു ഞാൻ അല്ലാ കാണുന്നു ഞാൻ
കാണുന്നു ഞാൻ കാണുന്നു ഞാൻ അല്ലാ കാണുന്നു ഞാൻ ആശാനിറവേറ്റുവാനേ ആശുമേ നിന്നോടിരക്കുന്നു ഞാനേ ഉയിർ പോകുന്ന മുന്നേ ഒന്ന് കാണിക്കണേ മഹനീയ പതിമക്ക മദീനം മനം തന്നെ കൊണ്ട് ദിനം കാണുന്നു ഞാൻ അല്ലാ കാണുന്നു ഞാൻ അല്ലാ കാണുന്നു ഞാൻ അഷ്റഫുകളിൽ അരശാനവരാം ആമിനായവർ താഹമു സമ്മിലരാം അഷ്ഹദു അല്ലാഹി